വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മിസ്സേ, ആ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിന്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ബയോളജിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ന് നമ്മൾ സുവോളജി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാ, ഇന്ന് നമ്മൾ ഇനി ബോട്ടണി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ. സോ മൂവിംഗ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, Living ലിവിംഗ് world. വേൾഡ് ആണ് Okay. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു മൂന്ന് ടോപ്പിക് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. ഉള്ളൂ. എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്താണ് കോൺസെപ്റ്റ്, സ്പീഷീസ് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ടാക്സോണമി, ഹയറാർക്കി, ഹൈറാർക്കി ഓർഡർ അതും പഠിച്ചു വെക്കുക. അത് ഏതെങ്കിലും കോഡ് യൂസ് ചെയ്തിട്ട് ഒത്തിരി കോഡ്സ് അവൈലബിൾ ഇഷ്ടംപോലെ കോഡ്, എല്ലാരും കോഡ് കോഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആ ഒരു അറേഞ്ച്മെന്റും അതിന്റെ അകത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ബൈനോമിയൽ നോമെൻക്ലേച്ചർ റൂൾസ്. ആ ഒരു സംഭവം. ഇത് മാത്രമാണ് ലിവിംഗ് വേൾഡിൽ നിന്ന്. ഓക്കെ, ഇത് മതിയോ? സിമ്പിൾ ആണ്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ സൈനോ ബാക്ടീരിയയും ആർക്കിയോ ബാക്ടീരിയയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രോട്ടിസ്റ്റ ആണ്. പ്രോട്ടിസ്റ്റയിലെ ഡയാറ്റംസും യൂഗ്ലിനോയിഡ്സും ഇതിലെ ക്വസ്റ്റ്യൻസ്. ഡയാറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സൈനോ ബാക്ടീരിയ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫംഗിയുടെ കേസിൽ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പണ്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഒരു സെക്ഷൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പിന്നെ ലൈക്കൻസ് 1000 സ്റ്റാർ ടോപ്പിക്. ലൈക്കൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ലൈക്കൻസ് സ്ട്രക്ചർ അല്ല അങ്ങനെ ചോദിക്കാറ്. ഡെഫിനിഷനും അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് എപ്പോഴും ചോദിക്കാറ്. യെസ്. പിന്നെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്താണ് വൈറസ്, പ്രിയോൺസ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ ഏതെങ്കിലും ഒരാൾ വെരി ഹൈ PYQ വെയിറ്റേജ്. അതെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ, ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ. ഓക്കേ, നെക്സ്റ്റ് ആണ് പ്ലാൻ കിങ്ഡം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. യെസ്, അതില് ആൽഗെ ഇസ് ഇമ്പോർട്ടന്റ്. ആൽഗേന്റെ 3 ടൈപ്സ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇല്ലേ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, യെസ്, അത് ചോദിക്കാറുണ്ട്. റൈറ്റ്. പിന്നെ ടെറിഡോഫൈറ്റ്സിലും ഇതേപോലെ റീപ്രൊഡക്ഷനും അതിന്റെ ചില ഫീച്ചേഴ്സും എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ടെറിഡോഫൈറ്റ്സിന്റെ എക്സാമ്പിൾസും ആ കാര്യങ്ങളും നോക്കുക. പിന്നെ ജിംനോസ്പോംസും ഇതേപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്. പിന്നെ ആൻജിയോസ്പോംസിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ട്രിപ്പിൾ ഫ്യൂഷൻ. ഇത് രണ്ടും നമ്മളോട് പലപ്പോഴായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ലൈഫ് സൈക്കിളിന്റെ അകത്ത് ഈ 3 ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾസും ഹാപ്ലോഡിപ്ലോയിഡിക് എന്നുള്ള അത് 3 പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ്. ഭയങ്കര ബോർ ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി നമുക്ക് പിന്നെ ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ബെറ്റർ ആണ്. ഇതില് സ്റ്റെം എല്ലാത്തിനും ലീഫ്, റൂട്ട്, സ്റ്റെം മോഡിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇൻഫ്ലോറസൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ റെസിമോസ് ആൻഡ് സൈമോസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് വൺ. പിന്നെ പ്ലാസന്റേഷന്റെ ടൈപ്സ് മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതും നിങ്ങളോട് ചോദിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിളും പഠിച്ചിരിക്കണം. പിന്നെ അടുത്തത് ഫ്രൂട്ട്സിന്റെ അതേപോലെ തന്നെയാണ് അഗ്രിഗേറ്റ് മൾട്ടിപ്ലൈ. അതും അതിന്റെ എക്സാമ്പിളും പഠിച്ചിരിക്കുക. അതിന്റെ ഡിഫറൻസസ് എന്താണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അതാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ടത്. ഓക്കെ, ആൻഡ് മൂവിംഗ് ടു അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതില് ടിഷ്യൂസിന്റെ ടൈപ്പ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്, പെർമനന്റ് ടിഷ്യൂസ് എന്താണ്, ആ കാര്യങ്ങൾ പഠിക്കുക. സിമ്പിൾ ടിഷ്യൂന്റെ ടൈപ്സ് എന്താണേലും പഠിക്കുക. അതിന്റെ ക്യാരക്ടേഴ്സും പഠിക്കുക. പിന്നെ കോംപ്ലക്സ് ടിഷ്യൂ വെരി വെരി ഇമ്പോർട്ടന്റ്. സൈലം ആൻഡ് ഫ്ലോയം, അതിന്റെ ടൈപ്സും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈക്കോട്ട്, മോണോക്കോട്ട്, സ്റ്റെമ്മും റൂട്ടും ലീഫും അതിന്റെ ഡിഫറൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും വേണ്ടതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ മൊത്തം അതേപോലെ പഠിച്ചിരിക്കുക. സെക്കൻഡറി ഗ്രോത്ത് അഗൈൻ ഇമ്പോർട്ടന്റ്. വാസ്കുലർ കെമിയം, ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റൊമാറ്റോന്റെ ആ ഒരു ടൈപ്സും കാര്യങ്ങളും അറേഞ്ച്മെന്റും ആ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, so moving to cell the unit of life. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ സെൽ ദ യൂണിറ്റ്. വളരെ നല്ല സെൽ ഡിവിഷൻ, നല്ല മാർക്കിനും നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചോദിക്കാറുണ്ട്. അതുപോലെ സെൽ ഡിവിഷനും ഈ 2 ചാപ്റ്ററും നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതില് 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെ 2 മാർക്ക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രോകാരിയോട്ടിക്. ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷെ ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ സെൽ ഓർഗൻസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് മൈറ്റോകോൺട്രിയ എന്നാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോകോൺട്രിയ ചോദിക്കും. പിന്നെ വരുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇത് രണ്ടും ചോദിക്കും. പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലെ ടൈപ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ചോദിക്കും. ഗോൾജി അപ്പാരറ്റസും റൈബോസോമും ന്യൂക്ലിയസ്, ഇതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്.
യെസ്. ഇനി സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ വെരി വെരി ഫ്ലൂയിഡ് ഇമ്പോർട്ടന്റ്. മൊസൈക്ക് മോഡൽ. യെസ്, നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ക്രോമസോംസിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ടൈപ്സും ആ കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ടൈപ്സ് ആണ്. ടൈപ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. കാര്യം ഒത്തിരി പഠിക്കാനുണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കാര്യങ്ങൾ മാർക്ക് എന്തായാലും ഷുവർ ആണ്. യെസ്, മൂവിംഗ് ടു സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് കൂടുതൽ വെയിറ്റേജ് വരാൻ ചാൻസസ് ഉള്ള 2 ചാപ്റ്റർ ആണ് സെൽ സൈക്കിൾ, അതുപോലെ തന്നെ സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ സൈക്കിൾ അതേപോലെ തന്നെ പഠിക്കുക, അതിന്റെ ഓരോ ഫേസസ് പഠിക്കുക. അത് മാറി മാറി ചോദിക്കാറുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും വരാറുണ്ട് സെൽ സൈക്കിളിൽ നിന്ന്. പിന്നെ മൈറ്റോസിസിന്റെ എല്ലാ ഫേസസും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ തവണ ഓരോ ഫേസ് നിങ്ങളോട് ചോദിക്കും. മൈറ്റോസിസ് മിയോസിസ് നമുക്ക് പ്ലസ് 12 ആവശ്യം വരും. അതെ അതെ, സുവോളജിയിലുണ്ട് അല്ലേ. യെസ്, ഇതിന്റെ എല്ലാ ഫേസസും വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ക്യാരക്ടേഴ്സും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഫേസിലും നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഡയഗ്രാമും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മൂവിംഗ് ടു മിയോസിസ്. മിയോസിസിന്റെ 1ന്റെയും 2ന്റെയും ഇതേപോലെ സ്റ്റേജസും അതേപോലെ തന്നെ പഠിക്കുന്നതാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ക്രോസിംഗ് ഓവർ, സിനാപ്സിസ്, കയസ്മ. ഈ 3ഉം ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ചാപ്റ്റർ എന്നുള്ളത്. പിന്നെ മൈറ്റോസിസ് മിയോസിസിന്റെ ഡിഫറൻസ് ചിലപ്പോ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഫുൾ മാർക്ക് അടിക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യമാണ്. അതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ ഫോട്ടോസിന്തസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ആളുകൾ ഫോട്ടോസിന്തസിസ് ഉണ്ടെന്ന് പറയുന്നു, ചില ആളുകൾ ഇല്ലാന്ന് പറയുന്നു. അതൊരു കൺഫർമേഷനിലേക്ക് എത്തിയിട്ടില്ല. കാരണം പല സ്കൂൾസിലും ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റഡ് അല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ലൈറ്റ് റിയാക്ഷനും പല സ്കൂളുകളിലും എടുത്തിട്ടുണ്ടാവും. അത്രയായിരിക്കും മിക്കവാറും സ്കൂൾസിൽ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ 2 കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറും അതുപോലെ എല്ലാം പഠിച്ചവർക്ക് വേണമെങ്കിൽ എത്തുന്നതേ ഉണ്ടാവുള്ളൂ പല സ്കൂളിലും. പിന്നെ ചിലപ്പോ സ്കൂളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ അന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാം. അത് ഓരോ സ്കൂൾ വൈസ് അനുസരിച്ച് മാറും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ എന്നാലും ഫസ്റ്റ് 2 ടോപ്പിക്സ് പഠിച്ചിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബോട്ടണി ആൻഡ് മൂവിംഗ് ടു സുവോളജി. ഓക്കേ, ഫൈൻ. I will do it myself. അപ്പോ നമുക്ക് ഇനി സുവോളജിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സുവോളജിന്റെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ സുവോളജി എന്നല്ല, നമ്മളുടെ എൻ്റയർ ബയോളജി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം നമ്മൾ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആദ്യം നമ്മൾ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് സീലോം ചോദിക്കാം. സീലോമിന്റെ ഫിഗർ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ദെൻ നമ്മൾ സാധാ പോറിഫെറം ഒരു 5 ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. അറിയാം ഒരു എന്തുണ്ട് ബോഡി പ്ലാൻ, അതിന്റെ ബോഡി ഫോംസ് ഉണ്ട്. മെഡൂസ, പോളിപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ടിനോഫോറ, എല്ലാത്തിന്റെയും അതിന്റെ എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കണം. പ്ലാറ്റിഹെൽമിന്തസിനും ചോദിക്കും. ഇതിന്റെ എല്ലാം എക്സാമ്പിൾസ് ഭയങ്കര എപ്പോഴും ആഷൽമിന്തസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അനിലിഡ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഫലത്തിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാത്തിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ആർത്രോപോഡയാണ് നമ്മുടെ ഫൈലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. പിന്നെ ഈ പോറിഫറയിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈലം ബേസ് നോക്കുകയാണെങ്കിൽ പോറിഫറ, ആർത്രോപോഡ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി കൂടി നോക്കാം. മൊളസ്ക ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എല്ലാത്തിന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഇല്ല, ഇതാണ് മൊത്തം നമ്മുടെ സുവോളജിന്റെ ഒരു അനിമൽ കിങ്ഡത്തിന് ഫുൾ മാർക്ക് അടിക്കാന്ന് പറയുന്ന കുട്ടിക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് കിട്ടും. അതായത് അനിമൽ കിങ്ഡം പഠിക്കാൻ പറ്റുന്ന കുട്ടിക്ക് ബയോളജി സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഹെവി കോഡേറ്റ് പഠിക്കണം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റ്. ഇതാണ് ഇതിന്റെ ക്രക്സ് പോയിന്റ് എന്നാണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒരു 1000 സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റ്. പിന്നെ സബ് ഫൈലം ഓഫ് കോഡേറ്റ്, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, വെർട്ടിബ്രേറ്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ, അതും ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺടാക്ട്, ഇതും ഒരു 1000 സ്റ്റാർ ടോപ്പിക്. നമ്മൾ സുവോളജി എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. എന്റെ സുവോളജി എടുത്ത് നോക്കിയാ കേട്ടോ. പിന്നെ ഫ്ലൈയിങ് ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്സിന്റെ ഫ്ലൈയിങ് ഫീച്ചേഴ്സും നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫ്രോഗ് എന്ന്. ആകെ ജസ്റ്റ് പുതിയ ടോപ്പിക് ആണ് ഫ്രോഗ്. ഫ്രോഗ് എന്ന് ചോദിച്ചാണുള്ളത്. ഒന്ന് നിക്റ്റിറ്റേറ്റീവ് മെമ്പറിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. ക്ലോയാക്ക ചോദിക്കാം. നിക്റ്റിറ്റേറ്റീവ് മെമ്പറിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ്, ഇതെന്തായാലും പഠിക്കണം. ഇതാണ് ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹോട്ട് ടോപ്പിക് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഡയഗ്രാം തരും, ലേബൽ ചെയ്യാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഡയഗ്രാം തരും, ലേബൽ ചെയ്യാം. ഇതൊക്കെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പെട്ടെന്ന് ഡയഗ്രാം കണ്ടാൽ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം.
അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾ. ഇതും കുട്ടികൾക്ക് ഭയങ്കര ടഫാന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് കുട്ടികൾ കണ്ട് പരിചയമില്ലാത്ത ഏരിയയാണ് ഈ സംഭവം. അപ്പോ ഫസ്റ്റ് നമുക്ക് അമിനോ ആസിഡ് വിത്ത് സ്ട്രക്ചർ, ഗ്ലൈസിൻ, അലനിൻ, സെറിൻ, ഇത് മൂന്നിന്റെ സ്ട്രക്ചർ വരച്ചു പഠിക്കണം. വരച്ചു പഠിച്ചാലേ അത് എഴുതാൻ പറ്റുള്ളൂ. എക്സാമ്പിൾസ് ഓഫ് പ്രോട്ടീൻ, ഒരു ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾസ് കുറച്ച് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി, അത് ചോദിക്കും. പോളിസാക്കറിന്റെ എക്സാമ്പിൾ അതും ചോദിക്കും. ലിപ്പിഡ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഫുൾ മാർക്ക് കിട്ടാൻ നമുക്ക് ലിപ്പിഡ് പഠിക്കേണ്ടി വരും. ന്യൂക്ലിക് ആസിഡ് ഈ കുറച്ച് കാലമായിട്ട് ചോദിച്ചു, പക്ഷെ ചോദിക്കുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എൻസൈം, എസ്പെഷ്യലി കോഫാക്ടേഴ്സ്. കോഫാക്ടർ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, വെറുതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മറിച്ച് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടോ, എന്താണ് കോഫാക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. അപ്പോൾ കോഫാക്ടർ ഒരു 1000 സ്റ്റാർ ടോപ്പിക് ആണ്. 1000 സ്റ്റാർ ടോപ്പിക് ആണ് കോഫാക്ടർ. ഇത്രയാണ് നമ്മൾ ബയോമോളിക്യൂൾസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാം എന്ത്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ എപ്പിഗ്ലോട്ടിസ് ചോദിക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എപ്പിഗ്ലോട്ടിസ് ചോദിക്കാം. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, ബ്രീത്തിങ്ങിന്റെ മെക്കാനിസം എക്സാം ടഫ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മെക്കാനിസം ബ്രീത്തിങ് ചോദിക്കും. റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി, ഇതൊരു 1000 സ്റ്റാർ ടോപ്പിക് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി. ഓക്കെ അല്ലെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ചോദിച്ച അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാം. ഗ്യാസ് ട്രാൻസ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ എൻ്റെ സോളജി എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ സോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 1000 സ്റ്റാർ എന്നല്ല, 10,000 സ്റ്റാർ ഇട്ട് കഴിഞ്ഞാലും ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ചോദിക്കാണ്ട് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും പ്രിന്റ് ചെയ്യില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. അപ്പൊ പിന്നെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ അതറിയണം, റെഗുലേഷനും അറിയണം. പിന്നെ എംഫൈസീമ ഡിസോർഡർ, 3 ഡിസോർഡർ ഉണ്ട്, അതിൽ എംഫൈസീമയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ ചോദിക്കേണ്ടത് എംഫൈസീമയാണ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻസ് ഓഫ് WBC. WBCന്റെ ഫംഗ്ഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. RBC ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. WBCന്റെ ഫംഗ്ഷൻസ് ഭയങ്കരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ ചോദിക്കാറുണ്ട്. ബ്ലഡ് കൊയാഗുലേഷൻ ചോദിക്കാറുണ്ട്. ദെൻ ലിംഫ് ചോദിക്കാറുണ്ട്. കാർഡിയാക് സൈക്കിൾ സ്റ്റെപ്പ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ECG. ECG എന്ന് പറയുന്നത് ഒരു 1000 സ്റ്റാർ ആണ്. 1000 സ്റ്റാർ ഇട്ടാകുമ്പോൾ തീരുമില്ല, ഒരു 10,000 എങ്കിലും ഇടേണ്ടി വരും. അത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ECG. അപ്പൊ ECG എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ, സുവോളജി തന്നെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ECG ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാറില്ല. ഓക്കെ. നെക്സ്റ്റ് ഡബിൾ സർക്കുലേഷൻ. എക്സാം ടഫ് ആക്കാൻ വേണ്ടി ഡബിൾ സർക്കുലേഷൻ ടഫ് ആക്കേണ്ട അവരെ ഏതൊക്കെ കുട്ടികൾ എഴുതാൻ പറ്റും. പിന്നെ ഡിസോർഡറിലെ ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എന്ത് +1 ടോപ്പിക് എക്സ്ക്രീഷൻ. ഇതുവരെയായിട്ട് എക്സ്ക്രീഷൻ ലോക്കോമോഷനെ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ഇയേഴ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ആഡ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ബോഡി ഫ്ലൂയിഡ്സ് വരെ ഉണ്ടെന്നാണ്. ഓക്കെ. എക്സ്ക്രീഷൻ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നമ്മള് കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റേജ് നോക്കുമ്പോൾ അവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതാണ് സത്യം. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് ബയോളജിയിൽ ഒരു 60-ൽ 59, 60 ഉറപ്പിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഫിസിക്സ് കെമിസ്ട്രി പോലെ അല്ല, പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത് നമ്മളെ ബയോളജി, സുവോളജിയും ബോട്ടണിയും ഒക്കെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതുപോലെയുള്ള മറ്റുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ ബൈ.